ഗായ്സ്, നമ്മളെ ചാലഞ്ച് ഡേ 8 ആയിട്ടുണ്ട്. ഇവിടെ ഉണ്ണികൾ രാവിലെ മദ്രസയിൽ പോകാൻ വേണ്ടി നല്ല മടി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്ന് ചായക്ക് ഉണ്ണിയപ്പോ ബ്രെഡൊക്കെയാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഒരു 11 മണിയൊക്കെ ആയപ്പോൾ കഞ്ഞിപ്പയർ കഞ്ഞിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഉണ്ണികൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഫുഡാണിത്. സാറ്റർഡേ സൺഡേ എന്തായാലും നിർബന്ധമായിട്ട് ഇത് ഇവിടെ ഉണ്ടാക്കലുണ്ട്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ. പിന്നെ എല്ലാവരും ഒരേ പണികളിലായിരുന്നു. പിന്നെ ക്ലാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഉണ്ണികൾ സൈക്കിൾ ഓട്ടിയൊക്കെ പുറത്ത് രാവിലെ തന്നെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇന്ന് സൺഡേ സ്പെഷ്യലായിട്ട് ബീഫ് കറിയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ പണിയിലാണ് ഉമ്മ അടുക്കളയില്. അതിന്റെ ഇടയിൽ ആദ്യകൂട്ടം പൗഡർ കൊണ്ട് മീശൊക്കെ വരച്ചിട്ട് കൊണ്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നിട്ടും ഇനിയിപ്പോ ഫുഡ് കഴിക്കാൻ പോകണം. ഇന്ന് സൺഡേ സ്പെഷ്യലായിട്ട് നെയ്ച്ചോറും ബീഫും പരിപ്പും പിന്നെ പപ്പടം സലാഡൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ മെനു. അതുകൊണ്ട് ഇന്ന് ഫുഡ് കഴിക്കാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മുടെ ഫുഡ് ആയതുകൊണ്ട് പിന്നെ സൂപ്പർ ആയിരിക്കുമല്ലോ. ഫുഡ് കഴിക്കാൻ പോണേ. അപ്പൊ ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാരും സൈഡായി, എല്ലാരും മയക്കത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പഴാണ് നമ്മളെ ഫാത്തിമ വന്നിട്ടുണ്ടായിരുന്നത്. കുഞ്ഞുമ്മാനും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക്. ഞങ്ങള് ചായക്ക് കഴിക്കാൻ പോകണം. നമ്മളപ്പം ഫാത്തിമ ഉണ്ട്. അത് ഫാത്തിമ വന്നതിനോടനുബന്ധിച്ച് ഫാത്തിമയും ഞാനുമാണ് ചായക്ക് മേടിക്കാൻ പോകുന്നത്. ബാക്കി എല്ലാരും നല്ല ഉറക്കത്തിലാണ്. ചായക്കട വാങ്ങിക്കാൻ പോയിട്ട് കട അടിച്ചിട്ടിരിക്കുകയാണ്. നമ്മള് ഫാത്തിമയുടെ മാത്രം ഐശ്വര്യമാണ് കളിക്കുക. അപ്പൊ ഗൈസ്, നമ്മൾ ചായ വെക്കാൻ പോകാണ്. നമുക്ക് ഇവിടെ പാത്തുക്കുട്ടി വന്നുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് പിന്നീട്ട് നമ്മൾ ചായ വെക്കാം. ഇതാണ് നമ്മളെ ചായ വെക്കാനുള്ള പാത്രം. ചായ വെക്കാം. എനിക്ക് ചായ വെക്കാനൊക്കെ അറിയാം. എനിക്ക് പ്രാന്തൊന്നല്ലട്ടാ. അപ്പൊ ഇന്ന് ചായക്ക് അപ്പോഴത്തെയും പോലെ റസ്ക് തന്നെയാണ് ഉണ്ടായിരുന്നത്. 2, 3 സ്റ്റാർ. അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ഉമ്മയും കുഞ്ഞുമ്മയൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടാ. ഉമ്മയും കുഞ്ഞുമ്മയും അതും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഓട്ടോറിക്ഷ തന്നെ തിരിച്ച് ഞങ്ങള് വെല്ലിമാട് അവിടേക്ക് പോവാൻ പോവാണ്. അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് എടുക്കാനുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ നമ്മള് കുഞ്ഞുമാടി വെല്ലിമാടൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ചെന്ന് നോക്കുമ്പോ ഇതാ ഇതൂസ് അവിടെ ഇരുന്ന് പഠിക്കണത്. കുഞ്ഞുമാടെ 2ാമത്തെ മോനട്ടാ. അവൻ പഠിക്കണതൊക്കെ കാണാൻ ചില അപൂർവമാണ്. അതൊക്കെ കഴിഞ്ഞ് ചപ്പാത്തി വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങള് കടയ്ക്ക് പോയതാണ്. ഇത് മാമാടെ ഫ്രണ്ട് കാനഡയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സഞ്ചിയാട്ടോ. അവിടുത്തെ ടൈപ്പാന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അത് കണ്ടപ്പോ ജസ്റ്റ് വീഡിയോ എടുത്തുന്നുള്ളൂ. അങ്ങനെ രാത്രിയൊക്കെ ആയപ്പോ അമ്മ അവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്ത് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു കേട്ടാ. അങ്ങനെ പോരുന്ന വഴിക്ക് എന്റെ സ്വന്തം അർജന്റീനയുടെ ഫ്ലെക്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ ദാവളെ പോർച്ചുഗലും ഫ്ലെക്സ് ഒക്കെ കണ്ടു. അങ്ങനെ തിരിച്ചു വരുമ്പോ കടയിൽ കയറി. അത്രേ ഉള്ളൂ ഗായ്സ്, ബൈ.